എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കറിയും കൂട്ടിയിട്ടുള്ള ഒരു നാടൻ ഊണിൻ്റെ കുറച്ച് റെസിപ്പികളുമായിട്ടാണ്. ഈ ഒരു ഊണിൽ എല്ലാ ഐറ്റംസും നാടൻ തന്നെയാണ്. ചിക്കൻ നമുക്ക് കടയിൽ നിന്ന് എന്തായാലും വാങ്ങിക്കണം. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഐറ്റംസാണ്. അതായത് കപ്പ, അതുപോലെ തന്നെ പപ്പായ, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു മീൽസ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ 3-4 ടൈപ്പ് വെജ് മീൽസും അതുപോലെ തന്നെ നോൺ വെജ് മീൽസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പ എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കപ്പ ഇതുപോലെ 3 കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ആണ് ഞാൻ അരിയുന്നത്. ഇത് പല രീതിയിൽ അരിയാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അരിയുന്നത് അങ്ങനെ അരിയാം. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് 2-3 വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ കട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുക. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഈ ഒരു കപ്പ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു കപ്പ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു കപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം സമയം എടുക്കില്ല. അപ്പോൾ കപ്പ നന്നായിട്ട് വെന്ത് കഴിഞ്ഞോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് കപ്പ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് കപ്പയൊക്കെ വേവിക്കേണ്ടത്. അതിൽ കട്ട് കാണും. അപ്പോൾ ആ ഒരു കട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഊറ്റി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു അരിപ്പയിലേക്കാണ് ഈ ഒരു കപ്പ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കപ്പ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒന്ന് ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള സ്റ്റാർച്ചും ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തണുത്ത വെള്ളത്തിൽ കഴുകുന്നത്. അപ്പോൾ കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ ഈ ഒരു കപ്പ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പ നന്നായിട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും അതേ കുക്കറിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുത്തത് അതിലേക്കൊന്ന് മാറ്റുക. അതിനുശേഷം തീ വളരെ കുറച്ചിടുക. ഇനി നമുക്ക് ഈ ഒരു കപ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ എരിവിന് വേണ്ട പച്ചമുളക്. ഞാനിവിടെ 3 എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലാണ്. അപ്പോൾ കറിവേപ്പില നിങ്ങൾ നന്നായിട്ട് തന്നെ അരച്ച് ചേർക്കണം. അപ്പോഴാണ് കപ്പ വേവിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം, ഒതുക്കിയെടുക്കണം. അപ്പോൾ ഒന്ന് പൾസ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു അരപ്പ് നമുക്ക് കപ്പയിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കപ്പ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കപ്പ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഈ അരപ്പ് നമ്മൾ ഇതിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അരപ്പ് നമ്മൾ ചതച്ചെടുക്കുക ആവുള്ളൂ, ഒരുപാടങ്ങ് അരഞ്ഞു പോയത്. അപ്പോൾ ഈ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കപ്പ ഇനി മൂടി വെച്ചിട്ടൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നിങ്ങൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പ നന്നായിട്ട് ഈ അരപ്പും അതുപോലെ എൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തടിത്തവി വെച്ചിട്ടോ അല്ലെങ്കിൽ കപ്പ ഉടയ്ക്കുന്ന തടി വെച്ചിട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുള്ള കപ്പയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ വേവിച്ചതിൽ സാധാരണ ഞങ്ങളങ്ങനെ കടുവറക്കാറില്ല. അപ്പോൾ നമുക്കിനി അടുത്ത കറി ചെയ്താൽ നോക്കാം. ഞാനിവിടെ പപ്പായ തോരനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പപ്പായയ്ക്ക് ഓമയ്ക്ക എന്നാണ് പറയുന്നത്. പല നാട്ടിലും ഇതിന് പല പേരാണ്. അപ്പോൾ ഇതുപോലൊരു പപ്പായയുടെ പകുതി വെച്ചിട്ടാണ് ഞാൻ തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനാണെങ്കിൽ വളരെ ഈസിയാണ്. ഇതുപോലെ അതിൻ്റെ തൊലി കളയുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അരിയും എടുത്ത് കളയുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പപ്പായ ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണി കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊത്തിപ്പൊടിച്ചിട്ട് എടുക്കുക. അപ്പോൾ കൊത്തിപ്പൊടിച്ചെടുക്കുന്നതിനാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള, അതുപോലെ തന്നെ 2 പച്ചമുളക് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് വെക്കുക. ഇനി നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഇത്രയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയ്ക്കരുത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, പിന്നെ കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നുപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ
പപ്പായ തോരന്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയും സവാളയും പച്ചമുളകും കൂടിയുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പപ്പായ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ ഒരു സമയത്ത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് വേണ്ട അരപ്പ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അരപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കാം. ഇത് മൂടി വെക്കുമ്പോഴാണ് ഈ ഒരു അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് അതിലേക്ക് ആവിയൊക്കെ കയറി നല്ലൊരു ഇതാകുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചിക്കിത്തോത്തി എടുക്കുക എന്ന് പറയും. അപ്പോൾ ഇത് ഇനി കൂടിയ ഫ്ലെയിമിൽ തീ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ തോരനും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള മോരുകറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ മോരുകറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് തൈര് വേണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ പുളി നന്നായിട്ട് വരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് തൈരിന് 1.5 കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ലൂസാകരുത്, കുറച്ചൊരു തിക്നെസ്സിൽ വേണം ഈ മോര് ഉണ്ടാവാൻ. ഇനി നമുക്കിത് കടുവറക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നമ്മൾ കേരള കറികൾക്ക് വെളിച്ചെണ്ണയാണ്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് അധികം പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവ പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 2 നുള്ളു ഉലുവ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച ഉലുവയെ നമുക്കിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മോരും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിനുണ്ടോ നോക്കുക. ഈ ഒരു മോരിനി ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കുകയാണെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. പക്ഷേ ഇത് ചൂടാകാതിരിക്കാനും പാടില്ല. നല്ല ചൂടുവാകണം, എന്നാൽ തിളച്ചും പോകരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ മോര് കറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള 3 വെജിറ്റേറിയൻ ഡിഷസാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇനി നമ്മളിതിൻ്റെ കൂടെ കഴിക്കുന്നത് ചിക്കൻ കറിയാണ്. ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ വിശദമായിട്ട് കാണേണ്ടവർ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റായിട്ട് പിൻ ചെയ്തും വെക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കണം. ഈ ഒരു ചിക്കൻ കറിയും ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ലഞ്ച് മെനു നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വരാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്